السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, മറ്റു ഹാജിമാര് ഹജ്ജിന് പണം കെട്ടുകയും നിയ്യത്ത് വെക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും ഒക്കെയായി ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചത് മുതൽ, ഈ വർഷം ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചത് മുതൽ അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന എൻ്റെ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളുടെ ആ നല്ല ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭംഗിയായി നിർവഹിക്കുവാനും മഖ്ലൂലും മഖ്ബൂലും മബ്റൂറുമായി നിർവഹിച്ച് കുടുംബത്തിലേക്ക്, നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇങ്ങനെ ഒരു പ്രോഗ്രാം സാധാരണയായി കൊണ്ട് നമ്മൾ ഹജ്ജ് ക്യാമ്പുകളും ഹജ്ജ് ക്ലാസ്സുകളും വെക്കാറുണ്ട്. നമ്മളെ ശാഖയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് വെക്കാനുള്ള കാരണം, നമുക്ക് കുറച്ച് ഹാജിമാരുണ്ട് പ്രാവശ്യം അൽഹംദുലില്ലാ. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ, അവരുടെ ഭാര്യമാർ, കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാരും അവരുടെ പ്രവർത്തികകളുമായ ആളുകൾ, കുടുംബാംഗങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ശാഖയിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഈ കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. എത്രയോ ഹജ്ജ് ക്യാമ്പുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിലപ്പുറം നമ്മുടെ സഹോദരന്മാർക്കും സഹോദരികൾക്കും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, പ്രാവശ്യം ഹജ്ജ് ചെയ്യണമെന്ന് ഉദ്ദേശമൊന്നുമില്ല, മുമ്പ് ഹജ്ജ് ചെയ്ത ആൾക്കാരും അതേപോലെ തന്നെ ഇനിയൊരു ഹജ്ജ് ചെയ്യണം, ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്യണം എന്ന് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവർക്കൊക്കെ ഒരു പഠനവും കുറച്ചും കൂടിയൊക്കെ അതിനുവേണ്ടി ഒരുക്കവും പ്രാർത്ഥനയും, ഉംറ നിർവഹിച്ച ആളുകൾക്ക് ഇനിയൊരു ഉംറ നിർവഹിക്കാനും നിർവഹിക്കാത്ത ആളുകൾക്ക് ഒന്നും കൂടി ഉംറ നിർവഹിക്കാനൊക്കെ തോന്നലുണ്ടാകാൻ ഈ ക്ലാസ്സും അതേപോലെ തന്നെ സംശയ നിവാരണമൊക്കെ കേൾക്കുമ്പോൾ അതിന് കാരണമാവും. അപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടാവും, പടച്ചോനെ ഒന്നും കൂടി അവിടെ എത്തിക്കണേ, അല്ലെങ്കിൽ അവിടെ എത്തിക്കണേ, എനിക്കൊരു ഹജ്ജ് ഉംറയും നിർവഹിക്കാനുള്ള തൗഫീക്ക് തരണേ എന്നൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടാവും. അതാണ് മെയിനായിട്ട് നമ്മളെ ഉദ്ദേശം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ലക്ഷക്കണക്കായ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ യാത്രകളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് വിമാനങ്ങൾ ഏറെക്കുറെ പോകാനായി ഡേറ്റുകളൊക്കെ തീരുമാനിച്ചു എന്ന് നമ്മുടെ ഇവിടുന്ന് ഗവൺമെൻറ്റിൽ പോകുന്ന സഹോദരന്മാരൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പ്രൈവറ്റിലും തീരുമാനിച്ച ആളുകൾക്ക് ഡേറ്റുകളൊക്കെ കൊടുത്തു, അവർ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? നമ്മൾ ടൂറ് പോവുകയാണോ? മക്കി മദീനയും കാണാൻ പോവുകയാണോ? അല്ലല്ലോ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു കർമ്മം, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി ഒരുപാട് അധ്വാനവും പ്രയാസവും ഒക്കെ സഹിച്ച് നമ്മൾ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനം, അതിൻ്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി തിരിച്ചു വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ അവിടുത്തെ ആൾക്കൂട്ടത്തെ കാണാനോ അവിടുത്തെ രസങ്ങളോ
മക്കയും മദീനയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അവിടെ കണ്ട് ഒരു ടൂറ് പോകുന്നതിനോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർബന്ധമാണ് നമ്മോട് പറഞ്ഞു. ഓരോരുത്തർക്കും നിർബന്ധമാണ് ഹജ്ജ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മ ഓതി തന്നു, വലില്ലാഹി അലിന്നാസി ഹിജ്ജുൽ ബൈതി മനിസ്തതാഅ ഇലൈഹി സബീല. ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് കൊടുക്കാനുള്ള ബാധ്യതയാണ്. അതിന് വഴിയൊരുങ്ങിയ, അതിന് എന്തെല്ലാമാണോ ആ ബാധ്യത, ആ നിർബന്ധമാകാനുള്ള ആ കാര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ അവർ ഹജ്ജ് ചെയ്യുക തന്നെ ചെയ്യണം. വഴി ഒരുങ്ങിയിട്ടുള്ള ആളുകൾ അത് ഹജ്ജിന് തയ്യാറാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിന്റെ 97-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ഞങ്ങളോട് ഖുതുബ പറഞ്ഞു. എന്താണ് റസൂലുള്ള പറഞ്ഞത്? അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഫഖാല റജുലുൻ, അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, അഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, ഓരോ കൊല്ലവും ഹജ്ജ് ചെയ്യണോ? ഓരോ കൊല്ലവും ഹജ്ജ് ചെയ്യണോ എന്ന് ചോദിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു, എല്ലാ കൊല്ലവും ചെയ്യണോ നബിയെ? അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നബി പറഞ്ഞാൽ ആ പറഞ്ഞതാണ് കേട്ടാൽ മതി. കസറത്തു സുആൽ, ആവശ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മൾ അറിയേണ്ടത് പറഞ്ഞുതരും. ബനു ഇസ്രായേലർ ചോദിച്ച പോലെ പശുവിനെ ഇറക്കാൻ പറഞ്ഞു. എങ്ങനത്തെ പശു, എത്ര വലിപ്പമുള്ള പശു, ഏത് നിറമുള്ള പശു, എങ്ങനത്തെ പശു എന്നൊക്കെ ചോദിച്ചില്ലേ? അതൊരു മുഅ്മിന്റെ സ്വഭാവമല്ല. പറഞ്ഞതാണ് കേട്ടാൽ മതി. ഏതായിരുന്നാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ ഖുൽതു നഅം, അതേ എന്ന് പറഞ്ഞാൽ, ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ, ലവജബത് ലമസ്തതഅതും, അത് നിങ്ങൾക്ക് എല്ലാ കൊല്ലവും നിർബന്ധമാകുമായിരുന്നു. നിങ്ങൾക്കറ്റേ അത് ചെയ്യാൻ സാധിക്കുകയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആവശ്യമില്ലാത്ത ചോദ്യം. അപ്പോ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഹജ്ജ് ചെയ്യൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഅബ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഫലമ്മാ ഫറഗ ഇബ്രാഹിമു മിൻ ബിനാഇൽ ബൈത്തി, കഅബയുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, അഥവാ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദിൻ ഫിന്നാസ്, ഇബ്രാഹിമെ ജനങ്ങൾ വിളിക്കും. അപ്പൊ അവിടെ ആരാളുള്ളത്? ആരുമില്ല. ഇബ്രാഹിം നബി ഉണ്ട്, ഇസ്മായിൽ നബി ഉണ്ട്, ഹാജറുണ്ട്, വേറെ ആരുമില്ല. അവിടെ ആരുമില്ല. കഅബ ഉണ്ടാക്കി ആ വയസ്സനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട്, അതേപോലെ തന്നെ ഇസ്മായിൽ നബിയും കഅബ ഉണ്ടാക്കിയൊക്കെ നമുക്കറിയാം. ആരുമില്ല. എന്നിട്ട് കഅബയുടെ പണി പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് പറഞ്ഞു, ഇബ്രാഹിമെ ആൾക്കാരെ അറിയിക്ക്, ഈ ഭവനത്തിൽ ആളുകൾ വന്ന് ഹജ്ജ് ചെയ്യണം, അതുകൊണ്ട് ജനങ്ങൾക്ക് വിളംബരം നടത്തുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് പറഞ്ഞു. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, നീ ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി വിളംബരം നടത്തണം. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അഥവാ വിദൂര ദിക്കുകളിൽ നിന്നും ആളുകൾ കാൽനടയായിക്കൊണ്ടും അല്ലാതെയും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറങ്ങളിലും ഒക്കെ ആയിക്കൊണ്ട് ജനങ്ങൾ ഈ പരിശുദ്ധ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആൾക്കാർ വരും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, ഞാനിത് ഈ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഈ ജനങ്ങളെ വിളിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആര് കേൾക്കാനാണ്? വമ യബ്ലുഗു സൗത്തി, പടച്ചോനെ എന്റെ ഒച്ച ആരും ഇവിടെ ആരും ഇല്ലല്ലോ, കേൾക്കാൻ ആരും ഇല്ലല്ലോ. ഈ മൊട്ടക്കുന്നുകളാണുള്ളത്, മുകളിൽ ആകാശമാണ്, താഴെ ഈ മൊട്ടക്കുന്നുകളാണുള്ളത്, ആര് കേൾക്കാനാണ്? അപ്പോ ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞു, ഇബ്രാഹിമെ ഈ വിളിച്ചോ, ഞാൻ കേൾപ്പിച്ചോളാം ഇബ്രാഹിമെ. അദ്ദിൻ വ അലയ്യൽ ബലാഗ്, ഇബ്രാഹിമെ വിളിച്ചോ, കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. അപ്പൊ ഇബ്രാഹിം നബിയെ വിളിച്ചു കുന്നിന്റെ മുകളിൽ കയറിയിട്ട്, യാ അയ്യുഹന്നാസ് കതബല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഇലൽ ബൈത്തിൽ അതീഖ് ഫഹുജ്ജു, ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് വരണം. എവിടേക്കാണ്? വായുവിലേക്ക് അങ്ങനെ വിളിച്ചു പറയുകയാണ്. പക്ഷേ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, ഫസമിഅഹു മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾ ഇടയിലുള്ളത് എല്ലാവരും കേട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫലാ തറന്നാസ് യജീഊന മിൻ അഖ്സൽ അർദി യുബല്ലൂന, അഥവാ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലോകത്തിന്റെ പല നാനാദിക്കുകളിൽ നിന്നും വിദൂര ദിക്കുകളിൽ നിന്നും മലമ്പാതകൾ താണ്ടിക്കൊണ്ട് അവർ ഹജ്ജിന് വരുന്ന നിങ്ങൾ കാണുന്നില്ലേ?
ആ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിയാളെ എത്തിച്ചു കൊടുത്തു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പണ്ഡിതന്മാർ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ഇബ്രാഹിം നബി വിളിച്ചു. ഫബലഗ സൗതഹു അൻഹാൽ അർളി, ഭൂമിയുടെ എല്ലാ ദിക്കിലും ഇബ്രാഹിം നബിയുടെ ഒച്ച കേട്ടു. വഅസ്മഅ അൻ-നുത്ഫ ഫിൽ അസ്ലാബ്, അഥവാ മുതുകകളിലുള്ള ബീജങ്ങൾ പോലും അത് കേട്ടു. ഇനി ജനിക്കാനുള്ള ആളുകൾ പോലും ആ വിളി കേട്ടു എന്നാണ്. മുതുകകളിലുള്ള പുരുഷന്മാരുടെ മുതുകകളിലുള്ള ബീജങ്ങൾ പോലും ഇബ്രാഹിം നബിയുടെ വിളി കേട്ടു. വൽ അജിന്നത ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ള ശിശുക്കൾ പോലും ആ വിളി കേട്ടു. അള്ളാഹു എത്തിച്ചു എന്നർത്ഥം. അങ്ങനെ വിളി കേട്ടോലൊക്കെ പോവുകയാണ്. അള്ളാഹുവിന്റെ വിളി കേട്ട ആളുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ, അതേപോലെ തന്നെ പിന്നെ 10,000-കണക്കിന് വർഷങ്ങൾ ഓരോ വർഷവും ആളുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അവർ പിന്നെ ത്യാഗം ചെയ്യുന്നു. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹജ്ജ് നിർബന്ധമാണ്. നമ്മുടെ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ പിതാവായ ഇബ്രാഹിം നബി അന്ന് വിളിച്ചു. ആ വിളി കേട്ട ആൾക്കാരൊക്കെ അവിടെ എത്തും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചോൻ ആ വിളി ഒന്ന് കേൾപ്പിക്കാൻ എനിക്ക് തൗഫീഖ് ചെയ്യണേ എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ വഅന്നൽ ഹജ്ജ യഹ്ദി മാ കാന ഖബ്ലഹു, ഒരാൾ ഹജ്ജ് ചെയ്താൽ അതിന് മുമ്പ് അയാൾ ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ തകർത്ത് കളയുന്ന ഹദീസിന്റെ പ്രയോഗം എങ്ങനെയാണ്? എന്തെല്ലാം പാപങ്ങളുണ്ടോ, എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഹജ്ജ് തകർത്ത് കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ധാരാളക്കണക്കിന് ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര ധാരാളമായി ചെയ്യണം. ഒരു ഉംറ ചെയ്തല്ലോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഹജ്ജ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഹജ്ജ് എന്ത് ചെയ്യണ്ടേ? ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്. അല്ല, നിങ്ങൾ വീണ്ടും ഹജ്ജ് ചെയ്യണം. നിങ്ങൾ ഹജ്ജും ഉംറയും നിങ്ങൾ തുടർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതിൽ ചെയ്യണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാരണം ഈ പിന്നെ തീയ് ഇരുമ്പിന്റെ പോരായ്മകളെ, അതിലുള്ള മാലിന്യങ്ങളെ തീയ് ഫിൽട്ടർ ചെയ്യുന്ന പോലെ നിങ്ങളെ ഹജ്ജ് ഫിൽട്ടർ ചെയ്യും. പാപങ്ങളിൽ നിന്നും പാപക്കറകൾ കഴുകി ഇല്ലാതാക്കാൻ ഹജ്ജ് കൊണ്ട് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന് പെട്ടെന്ന് സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നീട്ടിവെക്കാൻ പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം, നീട്ടിവെക്കാൻ പാടില്ല. ഫഇന്നഹു ഖദ് യംറിദുൽ മരീദ് വതദില്ലു ദ്ദാല്ല വതഅറുദുൽ ഹാജ, കാരണം മനുഷ്യനാണ്, എപ്പോഴാണ് രോഗിയാവുമെന്ന് പറയാൻ പറ്റൂല, എപ്പോഴാണ് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയെന്ന് അറിയില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നല്ല സാമ്പത്തികമായ ശേഷിയുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, അതേപോലെ തന്നെ വഴി ഒരുങ്ങിയ സമയത്ത് പോകാലോ, ഇനിയും പോകാലോ, 10-60 കഴിയട്ടെ, എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് സാമ്പത്തിക രംഗത്തും കുടുംബ രംഗത്തും അതേപോലെ തന്നെ സ്വഭാവ രംഗത്തും ലൈംഗിക രംഗത്ത് തോന്നിയാസൊക്കെ ചെയ്ത് അങ്ങനെ ഒരു 60 കഴിയട്ടെ, 60 വയസ്സ് കഴിയട്ടെ, കഴിഞ്ഞിട്ട് അവസാനമൊക്കെ ഹജ്ജ് ചെയ്ത് ഫിൽട്ടർ ആകുക, എന്നിട്ട് പിന്നെ നേരെ പള്ളിക്കാട്ട് കണ്ട് എടുത്തക്ക എന്ന ചില ആൾക്കാർ ഉദ്ദേശം. അല്ല, ഏറ്റവും നല്ല സമയത്ത് ഹജ്ജ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ നീട്ടിവെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ വന്നേക്കാം, വഴി കിട്ടാതിരുന്നേക്കാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, അതേപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ വന്നേക്കാം, ആളുകൾ മരണപ്പെട്ടേക്കാം, അതേപോലെ തന്നെ മഹറുകൾ ഇല്ലാതായേക്കാം. അതുകൊണ്ട് നീട്ടിവെക്കേണ്ട, ഉള്ള പൈസ പെട്ടെന്ന് സംഘടിപ്പിച്ച് ഉംറയും ഹജ്ജൊക്കെ ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോ ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുകയല്ല സഹോദരന്മാരെ. ഈ ഹജ്ജിന്റെ കാമ്പ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ ഇവിടുന്ന് പിന്നെ ജിദ്ദയിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നോ നമ്മൾ വിമാനത്തിൽ കയറി, കരിപ്പൂരിൽ നിന്നോ എറണാകുളത്തു നിന്നോ നമ്മളെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ വിമാനത്തിൽ കയറി ജിദ്ദയിൽ എത്തുന്നതിന്റെ ഒരു 10-25 മിനിറ്റ് മുമ്പ് നമ്മൾ പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കും. നമുക്ക് എല്ലാവർക്കും ഇവിടെ സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ എന്താ നമ്മൾ ചെല്ലുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. പടച്ച റബ്ബേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. പടച്ച റബ്ബേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിനക്ക് പങ്കുകാരില്ല റബ്ബേ,
ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാദികളും എല്ലാം അല്ലാ എന്ന് മാത്രം, ഇബാദല്ലാ എന്നല്ല. അമ്പിയാക്കളോടും ഔലിയാക്കളോടുമല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ജിന്നുകളോടോ മലക്കുകളോടോ അല്ല, അള്ളാഹിനോട് മാത്രം എന്റെ ജീവിതത്തിൽ ഇടപെടാൻ പടച്ചിറപ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പടച്ചിറപ്പ് മാത്രമേ അത് നിവർത്തിച്ചു തരികയുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ഇബാദത്തുകളുടെയും കാമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ശിർക്ക് ചെയ്യുന്ന, അതേപോലെ തന്നെ പടച്ചിറപ്പല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം ചോദിക്കുന്ന, ഒന്ന് വെച്ചുത്തിയ ബദരീങ്ങപ്പാപ്പ ഒമ്പ്രത്തങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് അല്ലെ? അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ അത് ഇസ്ലാമിനെ തകർക്കുന്ന, ഇസ്ലാം ദീനിനെ തകർക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്ന വിളിയാണ്. ഒന്ന് വെച്ചുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന്റെ പരിക്ക് മാറ്റാൻ ആ പ്രയാസം കാണുന്ന റബ്ബ് മാത്രമാണ്, ആരും കാണൂല. ആരും കാണൂല പ്രിയമുള്ളവരെ. എന്റെ പ്രയാസങ്ങൾ നീക്കാൻ, എന്റെ കുടുംബത്തിൽ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, അതേപോലെ തന്നെ അസുഖം മാറ്റാൻ, എന്റെ കുട്ടികളിൽ ബറക്കത്ത് തരാൻ, എന്റെ ജീവിതത്തിൽ ബറക്കത്ത് തരാൻ, എനിക്ക് ഇഹലോകവും പരലോകവും ബാസുരമാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആരാക്കും കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് എന്താണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു പ്രവാചകൻ. ആ പ്രവാചകനും ആ പ്രവാചകന്റെ കുടുംബം നടന്നോടത്ത് നടക്കാൻ, കിടന്നോടത്ത് കിടക്കാൻ, അതേപോലെ തന്നെ രാപ്പാർത്തോടത്ത് രാപ്പാർക്കാൻ, ബലിയർപ്പിച്ച് ബലിയർപ്പിക്കാൻ, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കുടുംബം എന്ത് ചെയ്തോ അതൊക്കെ ചെയ്യാനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ ഓടി, കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് സഫാ മർവ ഓടിയപ്പോൾ നിങ്ങൾ ഓടി എന്ന് പറഞ്ഞു. അതല്ലേ? അതാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ നമുക്ക് ഇബാദത്താക്കി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതെങ്കിലും ഒരു സമയത്ത്, 7 ചുറ്റുന്ന സമയത്ത്, അതേപോലെ തന്നെ സഫാ മർവ 7 നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ കാക്കണേ എന്നൊരു വിളി ഉണ്ടോ? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അമൃതങ്ങളെക്കാളും അതേപോലെ തന്നെ ഇന്ന് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും എന്ന് പറയപ്പെടുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ്, അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എവിടെയെങ്കിലും ഒരു വിളി, ഇബ്രാഹിം നബിയെ കാക്കണേ. അതേപോലെ തന്നെ ഹാജറിനൊരു വിളി, ഹാജറ ബീവിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയെങ്കിലും ഒരു തവാഫ് ചെയ്യുന്ന സമയത്തോ, അതേപോലെ തന്നെ സായി ചെയ്യുന്ന സമയത്തോ, മിനയിൽ രാപ്പാർക്കുന്ന സമയത്തോ, മുസ്ദലിഫയിൽ നിൽക്കുന്ന സമയത്തോ, അറഫയിൽ എവിടെയെങ്കിലും ഇബ്രാഹിം നബി ഒരു വിളി, ഇസ്മായിൽ നബി ഒരു വിളി ഇല്ല. ഒക്കെ അള്ളാഹ്നാ വിളിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുടെ പ്രത്യേകത പഠിപ്പിച്ചു. അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കോടാനുകോടി ലക്ഷക്കണക്കിനായ ആളുകൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബിനെയാണ് വിളിക്കുന്നത്. ഒരേ വസ്ത്രമിട്ട് പിന്നെ നമുക്ക് ചിന്തിപ്പിക്കുന്ന വിധം എല്ലാവരും ഒരേ കോലത്തിലാണ്. അവരുടെയൊക്കെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അപ്പൊ അമ്പിയാക്കന്മാരോടോ ഔലിയാക്കന്മാരോടോ അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്, ആ തൗഹീദാണ് ഹജ്ജിന്റെ കാമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് സമയത്തും ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചത് മുതൽ തഹല്ലുലാകുന്നത് വരെ ഇതാണ് ചൊല്ലുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹും അതേപോലെ തന്നെ ഈ തൽബിയത്തും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിന്റെ ദിക്ർ ദുആകളാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജ് മഖ്ബൂലും മബ്രൂർ ആകാൻ വേണ്ടിയിട്ട് ഹജ്ജ് കം സിയാറത്ത് ടൂറാണ്. ഹജ്ജ് കം അഥവാ ചില ട്രാവൽസുകളൊക്കെ കാശ് വാങ്ങുന്ന സമയത്ത് ഹജ്ജും അതേപോലെ തന്നെ 5 ദർഗകളും, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അംബർ പോകുന്നു, ഏർവാടി പോകുന്നു, മുത്തുപേട്ട പോകുന്നു, ഇന്ന സ്ഥലത്ത് പോകുന്നു, മറ്റു സ്ഥലത്ത് പോകുന്നു. എന്തിനാണ്? ഹജ്ജ് മഖ്ബൂലും മബ്രൂറും ആകാൻ വേണ്ടി. ഈ പറയപ്പെട്ട മഹാന്മാരോടൊക്കെ പറഞ്ഞ് അത് സ്വീകരിക്കാനും പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടാനും വേണ്ടി. കാരണം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിലേക്കാണ് പോകുന്നത്. പടച്ച റബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഹറമുകളിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മണ്ണ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. പടച്ച റബ്ബിനോട് പറയുന്നതിന് പകരം പടച്ച റബ്ബിന്റെ പടപ്പുകളോടാണ് പറയുന്നത്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. എല്ലാം നഷ്ടപ്പെട്ടു പോകും സഹോദരന്മാരെ. പടച്ചോനെ കാക്കണേ എന്ന് പറയുന്നതിന് പകരം പടപ്പാളെ കാക്കണേ എന്ന് പറഞ്ഞാൽ എത്ര 100 ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, 10,000 ഉംറ ചെയ്തിട്ടും കാര്യമില്ല. ഒമൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ ഒമൻ അഷ്റക, ആരെങ്കിലും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലായി പോയി. അവന്റെ സങ്കേതം നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ വിശ്വാസം നന്നാക്കുക,
ഈ തൗഹീദിന്റെ കാമ്പ്, ഈ തൗഹീദാണ് ഈ ഹജ്ജിന്റെ കാമ്പ് എന്ന് മനസ്സിലാക്കുക. ഹജ്ജ് ശരിയാൻ വണ്ണം ഇവിടെ ഇൻഷാ അല്ലാഹ് ഇവിടെ ക്ലാസ് എടുക്കുകയും അതേപോലെ തന്നെ സംശയ നിവാരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. ശരിയാൻ വണ്ണം പഠിക്കുക. ഹജ്ജ് പഠിക്കാണ്ട് ഹജ്ജ് ഭയങ്കര പ്രയാസം ഒന്നും വിചാരിക്കണം. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര പഠിക്കണോ? അതിന്റെ പകുതി പോലും ഹജ്ജ് പഠിക്കാനില്ല. ഹജ്ജിൽ എന്താ പഠിക്കാനുള്ളത്? ഹജ്ജിലൊന്നും പഠിക്കാനില്ല. എപ്പോഴാണ് നമ്മൾ ഇഹ്റാം കെട്ടേണ്ടത്? എവിടുന്നാ ഇഹ്റാം കെട്ടേണ്ടത്? അത് നമ്മളെ കൂട്ടത്തിൽ ആളുണ്ടാവും. ഇഹ്റാം കെട്ടാൻ എന്താ പറയേണ്ടത്? ലബൈക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞാൽ മതി. പിന്നെന്താ? പിന്നെ ഈ തൽബിയത്താണ്. അത് നിസ്കാരത്തിൽ നോക്കിച്ചെല്ലാൻ പറ്റൂല. പിന്നെ ദുൽഹിജ്ജ 8 എന്ത് ചെയ്യണം? ദുൽഹിജ്ജ 8 പിന്നെ മിനായിലേക്ക് പോകണം. അവിടുന്ന് എന്ത് ചെയ്യണം? അവിടെ ഇങ്ങനെ രാപ്പാർക്കന്നെ, വേറൊന്നുമില്ല. നിസ്കാരത്തിന്റെ സമയം നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്റല്ല, എന്താ ചെയ്യാളൊക്കെ നമുക്ക് അറിയണല്ലേ. ഒരു 2 റക്അത്ത് നിസ്കാരം പഠിക്കുന്ന പണി പോലും ഇല്ല ഹജ്ജ് പഠിക്കാൻ. പിന്നെ ആൾക്കാർ നമുക്ക് കാണിച്ചു തരും എപ്പോഴാണ് ജംറയിൽ ഇറങ്ങേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അമീർ ഉണ്ടാവും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ഹജ്ജ് അത് പഠിക്കണം. അത് ഭയങ്കര പ്രശ്നമാണ്. അത് പഠിച്ചില്ലെങ്കിൽ ഇല്ല. ഹജ്ജിന്റെ അർക്കാനുകൾ ഏതൊക്കെയാണ്? ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ പഠിച്ച് ചെയ്യാന്നുള്ളത് ഏത് കർമ്മങ്ങളും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ശരിയാവണ്ണം പഠിക്കുന്ന നമ്മൾ ഹജ്ജിന്റെ റൂഹ് നമുക്ക് നഷ്ടപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടാൽ, പടച്ച റബ്ബാണ് സർവ്വതിന്റെയും കേന്ദ്രം എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് പിഴവ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അതാണ് മർമ്മം. അതുകൊണ്ട് സഹോദരന്മാരെ, ഹജ്ജിന്റെ റൂഹ് എന്താ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജിറിന്റെയും ഒക്കെ ത്യാഗം, ആ ത്യാഗം കാരണം അവരെത്തിപ്പെട്ടിട്ടുള്ള പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ കൊടുത്തിട്ടുള്ള ദറജാത്തുകൾ നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ഹജ്ജിന്റെ കർമ്മങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ അവരുടെ ആ ഇഖ്ലാസും അവരുടെ ആ തവക്കുലും അതേപോലെ തന്നെ അവരുടെ തൗഹീദും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ആ മില്ലത്തിലാണ് കാര്യമുള്ളത്. ഒത്തബി മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിന്റെയൊക്കെ കാമ്പ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക, വിശ്വാസം ശരിയാക്കുക, അള്ളാഹുവിൽ ഏറെ തവക്കുലുള്ള ആളുകളാവുക. ഇൻഷാ അള്ളാഹ് പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ ഹജ്ജിന്റെ സിഫത്തുകൾ ഇൻഷാ അള്ളാഹ് സുല്ലമയോടെ സൂചിപ്പിക്കും, വിശദമായിട്ട് തന്നെ സംസാരിക്കും. അതേപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള മദീനയോ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷബീർ സലായും സംസാരിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് അതിൻ്റെ പിന്നെ സംശയ നിവാരണങ്ങൾ, ഏത് സംശയങ്ങളും എന്താണെങ്കിലും ഇവരോട് ചോദിക്കാം. ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വാട്സാപ്പ് നമ്പറുകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. നിവാരണം ഉണ്ടാകുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കറിയാം GCCയിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. എന്താണ് കാര്യങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹജ്ജിനൊക്കെ മുടങ്ങുന്ന അവസ്ഥയുണ്ടാവും. ഒന്നും ഇല്ലാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ ഇരിക്കുന്ന ഹാജിമാരെ ഏതായാലും പ്രാർത്ഥിക്കും. ഹാജിമാരല്ലാത്ത എല്ലാ ആളുകളും ഇവർക്ക് ഹജ്ജിന് പോകാനും ഹജ്ജ് നിർവഹിച്ച് ഒരു പ്രയാസവും ഇല്ലാതെ ഹജ്ജിന്റെ സമയം, കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ ജൂതന്മാരാകട്ടെ, ഷിയാക്കളാകട്ടെ, അതേപോലെ തന്നെ ഇസ്ലാം സയനിസ്റ്റുകളാകട്ടെ, അവരൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇസ്ലാമിന്റെ നേരെ പിന്നെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് ഒന്ന് റമദാനിലായിരിക്കും, ഹജ്ജിന്റെ സമയത്തായിരിക്കും. അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഞാൻ വസിയത്ത് ചെയ്യണം, സഹോദരന്മാരോട് വസിയത്ത് ചെയ്യണം, ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു പ്രയാസമില്ലാതെ ഹജ്ജ് നിർവഹിച്ച് പോരാൻ വേണ്ടി, അതിന്റെ സമയത്ത് ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, അവർക്ക് നല്ല ആരോഗ്യവും ആയുസ്സും ഉണ്ടാകാൻ വേണ്ടി, മഖബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിച്ച് വരാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ക്ലാസ് തുടരുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ശരിക്കും പഠിച്ച് മനസ്സിലാക്കി സംശയങ്ങളും ചോദിച്ചു പോകാം കേട്ടോ. ബാറക്കല്ലാഹു ഫീക്കും. സുല്ലമിയെ സിഫത്തുൽ ഹജ്ജ്, ഹജ്ജിന്റെ രൂപം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും.